നമസ്കാരം. മലയാള സിനിമ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയണം. മലവെള്ളപ്പാച്ചിൽ പോലെ തന്നെ സിനിമകൾ പുറത്തിറങ്ങുമ്പോഴും മത്സരങ്ങൾ കടുക്കുകയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഇത്രയും സിനിമകൾ ഉയരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സിനിമകൾ ഇങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയും അത്രയും ആളുകളും തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമ ഉയരുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവരുടെ വരുമാനം ഉയരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങും മുൻപേ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആകെ തന്നെ മാറിയിരിക്കുകയാണ് കഥ. OTT വരുമാനം നിലച്ചതോടെ മുടക്കുമുതൽ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന ആശങ്കയിലാണ് ഈ മേഖലയിലേക്ക് വരുന്ന ഒട്ടുമിക്ക പേരും. OTTക്ക് വേണ്ടെങ്കിൽ പ്ലാൻ ബി എന്നൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. എന്താണ് പ്ലാൻ ബി? ഇനി യൂട്യൂബ് ആണോ? അതെ, യൂട്യൂബ് തന്നെയാണ്. ഇടക്കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന OTT പ്ലാറ്റ്ഫോമുകളായിരുന്നു എന്ന് പറയാം. കഥയിൽ പോലും ഇടപെട്ടിരുന്ന OTT കമ്പനികൾ പറയുന്ന രീതിക്കായിരുന്നു സിനിമകളൊക്കെ തന്നെ ഇറക്കിക്കൊണ്ടിരുന്നത്. പറയുന്ന തുകയ്ക്ക് സിനിമ വാങ്ങിയിരിക്കുന്നതിനാൽ തന്നെ അണിയറ പ്രവർത്തകരും ഈ ഇടപാടിനോട് നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OTT പ്ലാറ്റ്ഫോമുകൾ സാമ്പത്തിക പ്രതിസന്ധി നേടുന്നതാണ് മലയാള സിനിമയ്ക്കും തിരിച്ചടിയായി മാറിയത്. പ്രാദേശികമായി തന്നെ ആരംഭിച്ച OTT കമ്പനികൾ പലതും പൂട്ടിപ്പോയിട്ടുണ്ട്. കോവിഡിന്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചതായിരുന്നു ഇത്തരം OTT പ്ലാറ്റ്ഫോമുകൾ. കാര്യമായ സാമ്പത്തിക നേട്ടം ഇല്ലാതായതോടെ മലയാള സിനിമകൾ വാങ്ങുന്നത് വൻകിട OTT കമ്പനികൾ നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാർ, സോണി ലിവ്, ജിയോ സിനിമ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ മലയാള സിനിമകൾക്കായി പണം മുടക്കുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു. OTT കമ്പനികൾ തന്നെ നോ പറഞ്ഞതോടെ ഇപ്പോൾ ഒട്ടുമിക്ക സിനിമകളും യൂട്യൂബിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ 60ഓളം ചിത്രങ്ങളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത്. OTT നെറ്റ്സിനെ തന്നെ അപേക്ഷിച്ച് അതുപോലെ OTT റൈറ്റ്സ് നാമത്ര തുകയാണ് നൽകുന്നതെങ്കിലും കിട്ടുന്നതാകട്ടെ എന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടു രീതിയിലാണ് യൂട്യൂബ് അവകാശ വിൽപ്പന വരുന്നത്. ആദ്യത്തെ നിശ്ചിത തുക നൽകാൻ തന്നെ കരാർ ഉറപ്പിച്ച സിനിമയുടെ ഡിജിറ്റൽ അവകാശം നൽകുന്നു. യൂട്യൂബിൽ മാത്രം അപ്ലോഡ് ചെയ്യാൻ മാത്രമാണ് അനുമതി. രണ്ടാമത്തെ രീതി വരുമാനം പങ്കുവയ്ക്കുന്നതാണ്. യൂട്യൂബിൽ കാഴ്ചക്കാരുടെ എണ്ണത്തിനാണ് പണം ലഭിക്കുക എന്നത്. ഇങ്ങനെ ലഭിക്കുന്ന തുക നിർമ്മാതാവും യൂട്യൂബ് അവകാശം വാങ്ങുന്ന ഒരാളും അല്ലെങ്കിൽ ആ കമ്പനിയും തമ്മിൽ പങ്കുവയ്ക്കും. ഒട്ടുമിക്ക സിനിമകളുടെയും യൂട്യൂബ് അവകാശം വിൽക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ്. അടുത്തിടെയാണ് അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഒരു നല്ല രീതിയിൽ കാഴ്ചക്കാരെ സ്വന്തമാക്കാൻ സാധിക്കുന്നുവെന്നത് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത്. തിയേറ്ററിൽ ഒരാഴ്ച മുൻപ് തികച്ച് ഓടാതിരുന്ന ചിത്രങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോൾ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വിദേശ മലയാളികൾ ഉൾപ്പെടെ യൂട്യൂബിൽ സിനിമ കാണുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നവരുമുണ്ട്. യൂട്യൂബിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള കാഴ്ചയ്ക്കും ലഭിക്കുന്ന വരുമാനം വ്യത്യസ്തമാണ്. US, UK, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് കാഴ്ചക്കാർ കൂടുതലായി വരുന്നത് സിനിമ അപ്ലോഡ് ചെയ്യുന്നവർക്കും ഗുണകരമാണ്. 2024-ൽ 200-ലേറെ ചിത്രങ്ങളാണ് മലയാളത്തിൽ റിലീസായത്. മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത് വെറും 30 എണ്ണത്തിൽ താഴെയാണെന്ന് പറയണം. ഏകദേശം 700 കോടി രൂപ ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞ വർഷം നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്ക്. ഇത്തവണത്തെ സിനിമകളുടെ എണ്ണം 150-ൽ കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് സിനിമാ രംഗത്തുള്ളവർ പറയുന്നു. OTT സാറ്റലൈറ്റ് വരുമാനം കുറഞ്ഞതായും ഓവർസീസ് അവകാശം വിൽക്കുന്നതായും തന്നെ വലിയ ലാഭമില്ലാത്തതും സിനിമകളെ ബാധിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് മാത്രം മുടക്കുമുതൽ തിരിച്ചു പിടിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. തിയേറ്ററിലേക്ക് എത്തി സിനിമ കാണുന്നവരാകട്ടെ കൂടുതൽ സെലക്റ്റീവ് ആയിരുന്നു തിരിച്ചടിയായി. മലയാളത്തിന്റെ മോഹൻലാൽ നായകനായി പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു വൃഷഭ. ഇനി ഇങ്ങനത്തെ ചില ചിത്രങ്ങളിലേക്കാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ കണ്ണോടിക്കുന്നത്. പ്രേക്ഷകരെല്ലാം പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഇന്നത്തെ ചില യുവതലമുറയിലെ ചിലരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ ഇങ്ങ് തിരികെ പോരും. അത് വളരെയധികം ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്.